ആ ഗ്രാമം മൊത്തം ഒരു മാറാരോഗത്തിന്റെ പിടിയിലായി. സംഗതി എന്താണെന്നറിയാൻ ഡോക്ടർ എല്ലാവരുടെയും ബ്ലഡ് സാമ്പിളും എടുത്ത് ടൗണിലേക്ക് വണ്ടി വിട്ടു. ഇടയ്ക്ക് ഒരിടത്ത് വണ്ടി നിർത്തിയ നേരം അവിടെ ആടുകളെ മേയിച്ചു നിന്ന ഒരാളെ ഡോക്ടർ അടുത്തേക്ക് വിളിച്ചു. ഡോക്ടർ ചോദിച്ചു, നിന്റെ മകൻ മരിച്ചുപോയെന്ന് ഞാൻ കേട്ടു. അതിന് അയാൾ മറുപടി നൽകി, അതെ സാർ, അടുത്തുള്ള കിണറ്റിൽ വീണാണ് അവൻ മരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ആ കിണറ്റിന്റെ അടുത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ മകൻ പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അവൻ മരിക്കില്ലായിരുന്നു. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോയി. പിറ്റേ ദിവസം തന്നെ തന്റെ രണ്ടാമത്തെ മകനെയെങ്കിലും പഠിപ്പിക്കണമെന്ന വാശിയിൽ അയാൾ ഒരു ടീച്ചറുടെ അടുത്തെത്തി. പക്ഷേ ആ ടീച്ചർ അവനെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഒടുവിൽ മകനെ എങ്ങനെയെങ്കിലും സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അയാൾ നാട്ടിലെ പ്രമാണിയായ പട്ടേലിന്റെ അടുത്തേക്ക് ചെന്നു. പട്ടേൽ ഗ്രാമത്തിന്റെ തലവനായിരുന്നു. അതിനാൽ ഗ്രാമത്തിലെ ആർക്കും അദ്ദേഹത്തെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. ഗ്രാമത്തിലെ ഒരു കുട്ടിയെയും പഠിക്കാൻ പട്ടേൽ അനുവദിച്ചില്ല. ഗ്രാമത്തിലെ ഒരു കുട്ടിയും പഠിക്കാൻ പാടില്ല എന്നതായിരുന്നു പട്ടേലിന്റെ വാശി. തന്റെ മകനെ സ്കൂളിൽ ചേർക്കണമെന്ന് അയാൾ കരഞ്ഞു പറഞ്ഞിട്ടും പട്ടേലിന് ഒരു ദയയും തോന്നിയില്ല. പകരം അയാൾ ആ പാവം ഇടയനെ ക്രൂരമായി തല്ലി. അയാളെ അടിച്ചു പുറത്താക്കിയ ശേഷം ഗ്രാമത്തിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ പട്ടേൽ ഒരു ബുദ്ധി പ്രയോഗിച്ചു. തന്റെ മേൽ മാതാറാണിയുടെ അനുഗ്രഹമുണ്ടെന്ന് അവൻ നാടായ നാട് മുഴുവൻ വിളംബരം ചെയ്തു. എന്നിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഉടൻ തന്നെ മാതാറാണിയുടെ ക്ഷേത്രത്തിൽ എത്താൻ ഉത്തരവിട്ടു.